ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സിന്ധൂസ് വേൾഡ് ഓഫ് മ്യൂസിക് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഓണം സ്പെഷ്യലായിട്ടുള്ള ഒരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റണ ഈ ചെറുപയർ പായസം എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ ഒരു 1/2 കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ ഈ ചെറുപയർ വെള്ളത്തിലിട്ട് കുതിർത്തി എടുത്തിട്ടൊന്നുമില്ല. അപ്പോൾ പായസം ഉണ്ടാക്കാനായിട്ട് നമുക്ക് കുതിർത്തി എടുക്കണമെന്നൊന്നുമില്ല. ഇപ്പം ഞാൻ ചെറുപയർ നന്നായിട്ട് ഇവിടെ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചെറുപയർ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന രീതിയിലാണ് വെള്ളം എടുക്കേണ്ടത്. അപ്പം ഞാൻ 2.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മൂടി വെച്ചിട്ട് വേവിക്കാനായിട്ട് വെക്കാം. അപ്പോൾ ഒരു 4 വിസിൽ അടിച്ച് വേവിക്കാനായിട്ട് വെക്കാം. അപ്പോൾ ഞാനൊരു 4 വിസിലാണ് അടിക്കണത്. അപ്പോൾ ഒരു 3-4 വിസിലുകൊണ്ട് ഇത് വെന്ത് കിട്ടും. അപ്പോൾ നമുക്ക് ഇത്തിരി വെന്ത് ഉടഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. നമ്മളിത് ഒന്ന് ഉടച്ചു കൊടുക്കും, കുറച്ചൊന്ന് ഉടച്ചു കൊടുക്കേണ്ടതാണ്. അപ്പോൾ നമുക്കിത് വേവിക്കാനായിട്ട് വെക്കാം. അപ്പോൾ നമ്മൾ ചെറുപയർ വേവിക്കാനായിട്ട് കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. തീ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 4 വിസിലടിച്ച് അതിലെ പ്രഷർ ഫുള്ള് പോയതിന് ശേഷം നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ ചെറുപയർ വെന്ത് കുക്കറൊക്കെ ഓഫ് ചെയ്ത് അതിലെ സ്റ്റീമൊക്കെ പോയിട്ടുണ്ട്. ഇവിടെ ചെറുപയർ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കയ്യിലോണ്ട് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോൾ ഒന്ന് ഉടച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ പായസത്തിന് നല്ലൊരു കട്ടിയൊക്കെ കിട്ടും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ ചെറുപയർ ഇവിടെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ കത്തിച്ചിട്ട് തീ മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 300 ഗ്രാം ശർക്കര, ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഉരുക്കിയെടുത്ത് അത് സ്ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശർക്കരയൊക്കെ ചേർക്കുമ്പോൾ ഓരോരോ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ 300 ഗ്രാം ശർക്കര ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ചെറുപയറും ശർക്കരയും കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് വരണം. കുറച്ചൊന്ന് തിക്കായിട്ട് വരണം. അതുവരെ നമുക്കിത് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ ഇത് കുറുക്കി എടുക്കുമ്പോഴാണ് പായസത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ തീ വെച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ ശർക്കരയും ചെറുപയറും കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാനിവിടെ 1/2 ലിറ്റർ പാല്, അത് ഫുൾ ഫാറ്റ് മിൽക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് കാച്ചാത്ത പാലാണ്. അത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ പശുവും പാലിന് പകരം നമുക്ക് തേങ്ങാപ്പാൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിൽ ഈ 1/2 ലിറ്റർ പാലിൽ നിന്ന് ഞാൻ കുറച്ചൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ കുറച്ചൊന്ന് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തിളപ്പിച്ച് ഒന്ന് കുറുകി വരട്ടെ. അപ്പോൾ നമ്മുടെ കുറുകി വരുമ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡിയായി കിട്ടും. അപ്പോൾ അത്രയും എളുപ്പമാണ് നമ്മുടെ ഈ ചെറുപയർ പായസം ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ ഫുൾ ഫാറ്റ് മിൽക്കിന് പകരം പാക്കറ്റ് പാൽ വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ പാലിവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പാലിലേക്ക് ഒരു 1.5 ടീസ്പൂൺ ഏലക്കാപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരിട്ട് ഏലക്കാപ്പൊടി പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ അത് കട്ട കെട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതില്ലാണ്ടിരിക്കാനാണ് നമ്മൾ കുറച്ച് പാലിൽ മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നന്നായിട്ട് ഇത് കുറുക്കി വറ്റി വരുമ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡിയാവും. അപ്പോൾ നമ്മുടെ പാലിവിടെ തിളച്ച് ഒന്ന് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ഇതിൽ ഇത് തീ ഓഫ് ചെയ്യാണ്. കാരണം നമ്മുടെ കുക്കറിൽ ഇരുന്ന് ഇത് ചൂടാറുമ്പോൾ നല്ല തിക്കായിട്ട് വരും. ഇപ്പോൾ ചിലവർക്ക് ഇത്തിരി ലൂസോടെയുള്ള പായസമായിരിക്കും ഇഷ്ടം. ചിലവർക്ക് ഇത്തിരി നല്ല തിക്കായിട്ടുള്ള പായസമായിരിക്കും ഇഷ്ടം. അതൊക്കെ അവരവരുടെ താല്പര്യത്തിനനുസരിച്ച് എടുക്കണം. പായസം നമ്മൾ അപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി
ഞാനിവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യ് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാനിവിടെ കുറച്ച് തേങ്ങാക്കൊത്ത് ചെറുതാക്കി കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. അത് ഇതിലിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇപ്പം നമ്മുടെ തേങ്ങാക്കൊത്ത് ഒന്ന് ചെറിയ കളറായി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ കുറച്ച് കിസ്മിസ് ഉണക്ക മുന്തിരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ അണ്ടിപ്പരിപ്പില്ലാത്ത കാരണം ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ എല്ലാം വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതൊന്ന് വറുത്തിട്ട് കൊടുത്താൽ മതി. തേങ്ങാക്കൊത്തും മുന്തിരിയൊക്കെ ഇവിടെ നന്നായിട്ട് വറവായി വന്നിട്ടുണ്ട്. നമുക്കിത് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ വളരെ രുചികരമായ ചെറുപയർ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റണ ഈ ചെറുപയർ പായസം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു.